രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇനി സഭയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വന്നാൽ അറ്റൻഷൻ അതിലേക്ക് പോകും. ഇപ്പോൾ പ്രതിവർഷം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക സർക്കാരിനെതിരെ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വന്നാലും അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അദ്ദേഹം സ്വയം ആലോചിക്കേണ്ടത് ഇങ്ങനെ ഒരു പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തണമെന്ന് അദ്ദേഹം തീരുമാനിക്കുക. അദ്ദേഹം പിണറായി സർക്കാരിൻ്റെ ഒരുപാട് മർദ്ദനങ്ങളേറ്റ ആളാണല്ലോ. അങ്ങനെ ഒരു വ്യക്തി തന്നെ പിണറായി സർക്കാരിൻ്റെ ഒരു ഐശ്വര്യമായിട്ട് മാറുന്നു. അദ്ദേഹം ഇപ്പോൾ പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പാർട്ടിക്കകത്തുള്ള ഒരാളാണെങ്കിൽ ഞാനിത് പറയില്ല. അതുകൊണ്ട് അദ്ദേഹം ആ നിലപാട് തിരുത്തണം. ഇപ്പോൾ സഭയിൽ വന്നാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. ഏതാണ്ട് പറയുകറ്റ ബന്ധി ഇരുകുലത്തിലെ വായില്ലാത്തപ്പനെ പോലെ എന്താ സഭയിൽ ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇതിലൊന്നും തനിക്ക് പങ്കില്ല എന്ന് പരസ്യമായിട്ട് പറയുകയും ഇത് ആരോപിച്ചവർക്കെതിരെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹം കാത്തിരിക്കുക. ഈ പോലീസ് അതിക്രമങ്ങൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും മുഖ്യമന്ത്രിയും സർക്കാരും അടക്കം പറയുന്ന ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം ഒരു 5-10 ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത്. അതാണ് ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല പോലീസിൽ നടക്കുന്ന പല കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയുന്നില്ല. പോലീസിലൊരു ഉപജാപ സംഘം, പൂരം കലയ്ക്ക് അജിത് കുമാറിനെ പോലുള്ളവരാണ് ഈ ഉപജാപ സംഘത്തിൽ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പോലീസിൽ നടക്കുന്നത് മുഖ്യമന്ത്രിക്ക് അറിയില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടി തികച്ചും ദുർബലമായി. അദ്ദേഹം സ്വാതന്ത്ര്യ സമരം റഷ്യൻ വിപ്ലവമൊക്കെ പറഞ്ഞതല്ലാതെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ഇതൊക്കെ പണ്ട് കാലം തൊട്ടേ ഉണ്ട്, ഞാൻ വന്നപ്പോൾ കുറച്ചുകൂടെ ഭേദമാണ് എന്നുള്ള രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രസംഗം എന്ന് പറയുന്നത്. അത് തികച്ചും ദുർബലമായിരുന്നു. ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഈ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ പുറത്താക്കുന്നതുവരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് UDF മുന്നോട്ട് പോകും. ഇന്ന് കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങൾ നിയമസഭയിൽ ശക്തമായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇത് ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ്. ഒരിക്കലും നടക്കില്ല. സുജിത്തിൻ്റെ കാര്യത്തിൽ സുജിത്തിനെ മർദ്ദിച്ചവരെ ഡിസ്മിസ് ചെയ്താൽ തന്നെ ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ അവരിനി യൂണിഫോം ഇട്ട് ഇറങ്ങിയാൽ ഞങ്ങളുടെ പ്രവർത്തകർ അവരെ കൈകാര്യം ചെയ്യും.